ഹായ് ഹലോ എല്ലാവർക്കും നല്ല നമസ്കാരം. ലോക്കൽ മൗറി ലാംഗ്വേജിൽ നീണ്ട് വെളുത്ത മേഘങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഔട്ടറോവയുടെ ന്യൂസിലാൻഡിലെ ഹാമിൽട്ടൺ സിറ്റിയുടെ ഓട്ടം ലീവ്സിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് ഈ കാണുന്നത് ഹാമിൽട്ടൺ ഹിൽ ക്രസ്റ്റ് ക്ലൈഡ് സ്ട്രീറ്റിലെ പ്ലേ ഏരിയയുടെ സൈഡിലുള്ള മരങ്ങളാണ്. ഭൂമിയുടെ ആക്സിസിൻ്റെ അച്ചുതണ്ടിൻ്റെ ചെരിവും സൂര്യന് ചുറ്റുമുള്ള ഓർബിറ്റിൻ്റെ ഭ്രമണപഥത്തിൻ്റെ സ്ഥാനവും അനുസരിച്ചിട്ട് സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയുടെ തീവ്രതയിലുള്ള വ്യത്യാസമാണ് ഈ സീസൺ ചേഞ്ചസിൻ്റെ എല്ലാം കാരണമെന്ന് നമ്മൾ പണ്ടെപ്പോഴോ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മുടെ ഭാരതത്തിൻ്റെ കൾച്ചർ അനുസരിച്ചിട്ട് 6 സീസൺസ് 6 ഋതുക്കൾ മാറി മാറി വരുന്നതായിട്ട് പഠിച്ചിട്ടുണ്ട്. വസന്തകാലം, വേനൽക്കാലം, വർഷക്കാലം, ശരത്കാലം, ഹേമന്തകാലം, ശിശിരകാലം. ഇങ്ങനെ മാറി മാറി വരുന്ന സമയത്ത് ന്യൂസിലാൻഡിൽ അത് വെറും 4 സീസൺസ് ആയിട്ട് ചുരുങ്ങുകയാണ്. സ്പ്രിംഗ് സീസൺ വസന്തകാലം, സമ്മർ സീസൺ വേനൽക്കാലം, ഓട്ടം സീസൺ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരത്കാലം, വിൻ്റർ സീസൺ ശിശിരകാലം. വർഷക്കാലം ഇവിടെ എല്ലാ സീസണിലും ഡിവൈഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഹേമന്തകാലം പ്രീ വിൻ്റർ സീസൺ. അങ്ങനെ സെപ്പറേറ്റ് ഒരു സീസണായിട്ട് ഇവിടെ കണക്കാക്കാറില്ല. ഈ ഓട്ടം സീസണിൻ്റെ ലാസ്റ്റോട് കൂടി വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് അതങ്ങനെ ഓട്ടം വിൻ്ററിൻ്റെ ഇടയിൽ അങ്ങനെ കടന്നു പോകും. സെപ്റ്റംബർ മാസത്തിൽ സ്പ്രിംഗ് സീസൺ തുടങ്ങുന്നതായിട്ട് കണക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ 3 മാസം കഴിയുമ്പോൾ സ്പ്രിങ്, സമ്മർ, ഓട്ടം, വിൻ്റർ എന്നിങ്ങനെ 4 സീസൺസ് ഓഗസ്റ്റിൽ അവസാനിക്കും. ന്യൂസിലാൻഡിൽ നമ്മൾ താമസിക്കുന്ന ഹാമിൽട്ടണിലെ പല ഭാഗങ്ങളിലായിട്ട് കാണപ്പെടുന്ന കളർ ചേഞ്ച് ആയിട്ടുള്ള മരങ്ങളുടെ വീഡിയോസാണ് ഇന്നത്തെ ദിവസം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓട്ടം ഡേയ്സിൽ നമുക്ക് അനുഭവപ്പെടുന്ന കാലാവസ്ഥ എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും നല്ല തണുപ്പുണ്ടായിരിക്കും. ക്ലൗഡഡ് അല്ല എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വെയിലിന് ആവശ്യത്തിന് ചൂടും ഉണ്ടായിരിക്കും. പിന്നെ കാലാവസ്ഥകളിൽ മൺസൂൺ സീസൺ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു വർഷക്കാലം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എല്ലാ സീസണിലും മഴ ലഭിക്കും. അത് ഏത് ദിവസമാണ് മഴ ലഭിക്കുക എന്നുള്ളത് വെതർ ഫോർകാസ്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ അറിയാനായിട്ട്. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വെതർ ഫോർകാസ്റ്റ് ചെറിയൊരു രാജ്യമായതുകൊണ്ടായിരിക്കണം കറക്റ്റാണ്. ഈ ടൈമിങ് വളരെ കറക്റ്റാണ്. ഇപ്പോൾ 2 മണിക്ക് മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ 2 മണിക്ക് മഴ പെയ്യും. 3 മണിക്ക് സൂര്യനെ കാണും അല്ലെങ്കിൽ വെയിൽ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് 3 മണിക്ക് തന്നെ നമുക്ക് സൂര്യൻ്റെ വെയിൽ ലഭിക്കും.
പിന്നെ ഈ ഓട്ടം സീസണിൻ്റെ ഏറ്റവും ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല നിറങ്ങളിലായിട്ട് നമുക്ക് പൂക്കൾ വിരിഞ്ഞ് നിൽക്കണ പോലെയാണ് മരങ്ങളുടെ ഇലകൾ അകലിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ചുവപ്പും മഞ്ഞയും ഓറഞ്ചും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള കളറുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വെറുതെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ കൂടി യാത്രകളെ കളർഫുള്ളാക്കിക്കൊണ്ടുള്ള ദൈവത്തിൻ്റെ ക്രിയേഷൻ ആംബിയൻസ് പ്രത്യേക ഒരു വൈബ് തന്നെയാണ് സമ്മാനിക്കുന്നത്. നമ്മുടെ വാക്ക് വേസും ലോൺസും ഒക്കെ ഭംഗിയായി എടുക്കാൻ വേണ്ടിയിട്ടുള്ള റെഗുലർ ക്ലീനിങ് നമുക്ക് എവിടെ നോക്കിയാലും കോമൺ ആയി കാണാൻ പറ്റും. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം ഹാമിൽട്ടൺ അൻസാക് പരേഡിലെ മെമ്മോറിയൽ പാർക്കിലാണ്. ഹാമിൽട്ടൺ ഹിൽ ക്രസ്റ്റിൽ നിന്നും ഹാമിൽട്ടൺ ഗാർഡൻസിലേക്ക് പോകുന്ന വഴിയിലുള്ള ഗലോവേ സ്ട്രീറ്റ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരേ ഫ്രെയിമിൽ തന്നെ നമുക്ക് ഗോൾഡൻ കളറിലുള്ള ഇലകളും പച്ച കളറിലുള്ള ഇലകളും കാണാൻ പറ്റും. ഓരോ മരങ്ങളും വ്യത്യസ്തങ്ങളായിട്ടാണ് അതിൻ്റെ കളറ് ചേഞ്ച് ആവുന്നത്. മോർണിംഗ് ജോഗിങ്ങിനായാലും ഈവനിങ് വാക്കിങ്ങിനായാലും ഇതുപോലുള്ള റോഡുകൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മടി കൂടാതെ ഇൻസ്പയറിംഗ് ആയിട്ട് എല്ലാ ദിവസവും വരാൻ പറ്റും നമുക്ക്.
ഓട്ടം ലീവ്സ് കാണാനായിട്ട് നമ്മൾ അടുത്തതായിട്ട് എത്തിയിരിക്കുന്ന സ്ഥലം വൈക്കാട്ടോ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഗോവർ പാർക്കിൻ്റെ ഓപ്പോസിറ്റാണ്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിൽ ക്രസ്റ്റ് സ്റ്റേഡിയത്തിന് ഓപ്പോസിറ്റുള്ള ഫ്ലിൻ പാർക്കിലെ ഓട്ടം ലീവ്സിൻ്റെ കാഴ്ചകളാണ്. ഏത് സീസണിലായാലും ന്യൂസിലാൻഡിൽ ഒരുപാട് പൂക്കൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഏറ്റവും കൂടുതൽ പൂക്കളുള്ളത് സ്പ്രിംഗ് സീസൺ ആണെങ്കിൽ കൂടി സീസൺ അനുസരിച്ചിട്ട് വിരിയുന്ന പൂക്കൾ നമുക്ക് എല്ലാവിടെയും കാണാനായിട്ട് പറ്റും. നമ്മളിന്ന് കണ്ടത് നോർത്തേൺ ന്യൂസിലാൻഡിലെ ഹാമിൽട്ടണിലെ ഓട്ടം ലീവ്സിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ ന്യൂസിലാൻഡിൽ വരാനിരിക്കുന്നവർക്കും ഓട്ടം ലീവ്സിൻ്റെ കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.